ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മൾ നാട്ടിൽ മീറ്റപ്പ് പറഞ്ഞതായിരുന്നു ജിദ്ദയിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ അല്ലേ. നമുക്ക് വെന്യൂ കണ്ടെത്താൻ സമയം പിടിച്ചു. നമ്മുടെ KWCയിലെ മെമ്പേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വെന്യൂ കണ്ടെത്താൻ കേട്ടോ. അപ്പോൾ അവരോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് അറിയണം മീറ്റപ്പ് എവിടെയാണ് എന്നാണെന്നുള്ള കാര്യം. നമ്മൾ കാലിക്കറ്റ് മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ജൂലൈ 28-നാണ്. കാരണം അവിടെ വെന്യൂ അവൈലബിൾ അല്ല. അവസാനം നമുക്ക് കിട്ടിയത് മലബാർ പാലസിലാണ് നമുക്ക് കാലിക്കറ്റ് കിട്ടിയത്. പിന്നെ നമ്മൾ കൊച്ചിനിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂലൈ 14-നാണ്. കൊച്ചിനിൽ ലെക്സോ കൊച്ചിൻ പാലാരിവട്ടത്തുള്ള അവിടെയാണ് നമുക്ക് വെന്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ജൂലൈ 13 നമുക്ക് ഏതായാലും കൊല്ലത്തൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ജൂലൈ 13 കൊല്ലത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ അവിടെ നമ്മൾ ഇവിടെ കൊച്ചിനിൽ വന്ന് നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറയാനുള്ള ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നില്ല, എന്തൊക്കെയാണ് മീറ്റപ്പിൽ വരുന്നത് എന്നുള്ളത് പെട്ടെന്ന് പറയാം, വീഡിയോ ലെങ്തി ആയി പോവും. അപ്പോൾ എറണാകുളത്തേക്ക് വരുന്നവരോട് ഇതാണ് നമ്മുടെ എറണാകുളത്തെ വെന്യൂ, ലെക്സോ കൊച്ചി. അപ്പോൾ അവിടെ നമ്മൾക്ക് ലഞ്ചില്ല, ഇൻക്ലൂഡിങ് ലഞ്ച് ആകുമ്പോൾ എല്ലായിടത്തും എക്സ്പെൻസീവാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തതാണ് ഒരു 500 to 650 ഒക്കെ വരെയാണ് വെന്യൂ ചാർജ് എടുക്കുന്നുള്ളൂ. ക്ലാസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അത് പറഞ്ഞതാണല്ലോ, ക്ലാസ്സിനൊന്നും ചാർജ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് കൊച്ചിയിലുള്ള കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇവിടെ 650 ആണ് പെർ ഹെഡ് വാങ്ങുന്നത്. 650-ൽ ലഞ്ചില്ല, നമുക്ക് വെൽക്കം ഡ്രിങ്ക്, ടീ ആൻഡ് സ്നാക്സ്, പിന്നെ നമ്മുടെ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വെന്യൂ ചാർജ് 650. ജൂലൈ 14 സൺഡേ മോർണിംഗ് 10 to 2 PM വരെയാണ്. ഈ 4 hours ഉള്ളിൽ നമ്മൾ ക്ലാസ് എടുക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കാലിക്കറ്റാണ്. കാലിക്കറ്റ് നമുക്ക് കിട്ടിയ വെന്യൂ മലബാർ പാലസാണ്. മലബാർ പാലസ് ജൂലൈ 28-നാണ് അവൈലബിൾ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും നമുക്ക് കിട്ടാനില്ല. എനിക്കറിയാം അന്ന് സെറ്റിൻ്റെ എക്സാം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ എക്സാം നടക്കുന്ന ആർക്കെങ്കിലും മീറ്റപ്പിന് പങ്കെടുക്കാൻ പറ്റാത്തവർ നിങ്ങൾ മെസ്സേജ് ചെയ്തോ, നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്, അത് പിന്നെ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബട്ട് നമുക്ക് വെന്യൂ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അന്ന് വെച്ചത്, അല്ലാതെ നിങ്ങളെയൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് വെന്യൂ കിട്ടാനില്ല. പിന്നെ നമ്മൾ ഓഗസ്റ്റ് 1st വീക്ക് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റാണ്. പിന്നെ സ്കൂളിൽ നമുക്ക് സ്കൂൾ ഓപ്പൺ ആക്കുന്നത് ഓഗസ്റ്റ് 11-നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം കൊണ്ടാണ് എന്തായാലും നിങ്ങളെ മീറ്റ് ചെയ്ത് നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടേ ഞാൻ നമ്മൾ ജിദ്ദയിൽ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കാലിക്കറ്റുള്ള മീറ്റപ്പിന് വരുന്നവർക്ക് ഫീ എന്ന് പറയുന്നത് 500 rupees-ആണ്. ഓക്കെ, എന്നാൽ കൊച്ചിയിൽ 650 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീ പേ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തുക, അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. പിന്നെ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന മാക്സിമം കപ്പാസിറ്റി 600 ആണ്. ഓക്കെ, നമുക്ക് വരുന്നവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് നിങ്ങൾ പേ ചെയ്യേണ്ടത് ഗൂഗിൾ പേയിലാണ്. വാട്സപ്പ് നമ്പർ തരാം, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഗൂഗിൾ പേ എടുത്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കുക. അപ്പോഴാണ് നിങ്ങളുടെ നെയിം നമ്മൾ എന്ത് ചെയ്യുന്നത്, വരുന്നവരുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. സെപ്പറേറ്റ് തന്നെ കാലിക്കറ്റ് എറണാകുളം പെയ്ഡ് ആയിട്ടുള്ളവരുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ മീറ്റിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്നത് അവിടെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? പെട്ടെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൻ്റെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, 9061105806, അല്ലെങ്കിൽ സൗദി നമ്പർ. നിങ്ങൾ നാട്ടിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നവരാകുമ്പോൾ കോഡ് കൊടുക്കണം, അല്ലാതെ നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ 0096653798122 ഇതിലേതെങ്കിലും വാട്സപ്പ് ചെയ്യുക, GPayയുടെ നമ്പർ എടുക്കുക, പേയ്മെൻറ്റ് നടത്തുക. സോ ഇനി നിങ്ങൾക്ക് അറിയണം എന്തൊക്കെയാണ് കവർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ജിദ്ദയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാനൊരു ഫുൾ ഡേ പ്രോഗ്രാമായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ. ബട്ട് നമ്മുടെ വെന്യൂ ചാർജും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്ര നമുക്ക് ഇപ്പോൾ പോസിബിൾ അല്ല. ഇനി നെക്സ്റ്റ് ഇയർ നമുക്ക് നോക്കാം, കാരണം അത് എക്സ്പെൻസീവാണ്. സോ ആ ഉള്ള സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ട്,
സെൽഫ് അസസ്മെൻറ്റ് ആൻഡ് അവയർനെസ്. നമ്മൾ ആരാണ്, നമുക്ക് എന്ത് പറ്റുമെന്ന് നോക്കിയിട്ട് നമുക്ക് ജോബിനാണോ ബിസിനസ്സാണോ എന്തും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്കൊരു വിൽ പവർ വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, കരിയർ എക്സ്പ്ലോറേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, എങ്ങനെ പഠിച്ചാൽ എന്തൊക്കെ കിട്ടും എന്നുള്ളൊരു ഐഡിയ തരാം. കരിയർ പ്ലാനിങ് ആൻഡ് ഗോൾ സെറ്റിംഗ്, റെസ്യൂം ആൻഡ് കവർ ലെറ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പേര് ജോബിന് അപ്ലൈ ചെയ്തു, ജോലി കിട്ടുന്നില്ല. കാരണം റെസ്യൂമും കവർ ലെറ്ററും തന്നെയാണ്. അതിൽ തന്നെ നമ്മുടെ ക്വാളിറ്റി അവർ നോക്കും. പിന്നെ ജോബ് സെർച്ച് ആൻഡ് സ്ട്രാറ്റജി, ചില ഓൺലൈൻ ജോബ് പോർട്ടൽ, മെയിൻലി നമ്മൾ ഗൾഫ് ജോബിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഓക്കെ. പിന്നെ ഇൻ്റർവ്യൂ സ്കില്ല്, ഇൻ്റർവ്യൂവിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മുടെ അവിടെ വെച്ചിട്ടാണ് അവർ നമ്മളെ എടുക്കുന്നതും, നമ്മുടെ സാലറി എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. പിന്നെ പ്രൊഫഷണൽ സ്കിൽസ്, നമ്മൾ എവിടെ പോയാലും നമുക്ക് കൂടുതൽ പ്രൊഫഷണലായിട്ട് നമ്മുടെ എങ്ങനെയാണ് അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആവാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള ഐഡിയാസ് തരും. പിന്നെ നിങ്ങളുടെ വർക്ക് പ്ലേസ് മനസ്സിലാക്കുക. നമ്മൾ ജോയിൻ ചെയ്ത ജോബ് തന്നെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ അവിടുന്ന് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് എത്ര പെട്ടെന്ന് നമുക്ക് ഓരോ പ്രൊമോഷന് വാങ്ങിക്കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ കരിയർ ജേണി കണ്ടവരുണ്ടാവും. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. കാരണം ബ്രിട്ടീഷ് അമേരിക്കൻ കോളേജിലും സ്കൂളിലും അവിടെയൊക്കെ പോയി പഠിച്ചവരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ബട്ട് അവരിലൊക്കെ കൂടുതൽ സാലറി നമുക്ക് വാങ്ങാൻ പറ്റി നമ്മുടെ കേരളത്തിലെ നമ്മുടെ സാധാ കോളേജുകളിൽ പഠിച്ച് സൗദിയിൽ പോയിട്ട്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സും കാര്യങ്ങളും തരും. ഗൾഫ് ജോബ് ഓപ്പർച്യൂണിറ്റി, അവിടെ വർക്ക് ചെയ്യുമ്പോൾ ലീഗൽ ഫോർമാലിറ്റീസ്, പിന്നെ നമ്മുടെ വിസ പ്രോസസ്സ് കാര്യങ്ങൾ, പിന്നെ പറയാനുള്ളത് ഗൾഫിൽ വേണോ നാട്ടിൽ വേണോ എന്നുള്ള കാര്യങ്ങൾ, അവിടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റും പ്രോബ്ലംസും. പിന്നെ ഇതൊന്നും വേണ്ട, എനിക്ക് എവിടെയും പണിയെടുക്കണ്ട, എനിക്ക് ഒരാളുടെ കീഴിൽ ഒരു എംപ്ലോയി ആവണ്ട എന്നൊക്കെ ഉള്ളവരുണ്ടാവും. നല്ല ഐഡിയയും സ്കില്ലൊക്കെ ഉണ്ടാവും. ബട്ട് എങ്ങനെ എവിടെ തുടങ്ങണം ഒരു ബിസിനസ് എന്നറിയാത്തവർ, നിങ്ങൾക്കുള്ള ബിസിനസ് ഐഡിയാസും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. അത് നാട്ടിലാവാം, ഗൾഫിലാവാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് തുടങ്ങാം. നമ്മളൊക്കെ അതിൻ്റെ പ്ലാനിലാണ്. നമുക്ക് നാട്ടിൽ നിന്നും വർക്ക് ചെയ്യാം, ഗൾഫിൽ നിന്നും വർക്ക് ചെയ്യാം. ഇനി നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയാൽ അവിടുന്ന് നമുക്ക് നമ്മുടെ ബിസിനസ് നോക്കാം. അങ്ങനെയുള്ള ഓൺലൈൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ നമ്മുടെ കരിയർ സക്സസ്, എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരും ജോബ് നോക്കുന്നുണ്ട്. പക്ഷെ സക്സസ് ആയിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. അതെന്തുകൊണ്ടാണ്? എന്താണ് നമ്മൾ സക്സസ് ആവാത്തതിൻ്റെ കാരണം? ചിലർ ഹാപ്പി ആവില്ല, ചിലർ ഹാപ്പി ആയിട്ടുണ്ടാവും. അങ്ങനെ പല കാരണങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തും. പിന്നെ ഫൈനലി, എനിക്കറിയാം നിങ്ങളെ കയ്യിൽ ലിസ്റ്റ് ഓഫ് ഡൗട്ട്സ് ഉണ്ട്, ഇപ്പോഴും നിങ്ങൾ ചോദിക്കുന്നതാണ്. അതെല്ലാം നിങ്ങൾ എഴുതിയിട്ട് തന്നെ വാ. അപ്പോൾ ചിലരുടെ ഡൗട്ട് തന്നെ പലർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെയിം പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അതങ്ങ് പറയുന്ന സമയത്ത് എല്ലാവർക്കും ക്ലിയർ ആവും. ചിലർക്ക് ചോദിക്കാൻ മടി കാണും, അതാവും മറ്റാരെങ്കിലുമൊക്കെ ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഡൗട്ട് മാറും ചെയ്യും, നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യവും വരില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അങ്ങനെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, ഒന്നിച്ചിരിക്കാം, സംസാരിക്കാം. ഇത്ര കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതിനകത്ത് മെസ്സേജ് ചെയ്തോ, അതിൽ നിന്ന് GPay നമ്പർ വാങ്ങിയിട്ട് ഫീ പേ ചെയ്യുക. ഫീ പേ ചെയ്തിട്ട് രജിസ്ട്രേഷൻ കൺഫേം ആക്കുക. ഓക്കെ. ഫസ്റ്റ് വരുന്ന 100 ആളുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടെ പറയാണ്, കൊച്ചി ലെക്സോയിൽ ജൂലൈ 14-നാണ്. എന്നാൽ നമ്മുടെ കാലിക്കറ്റ് ഉള്ളത് ജൂലൈ 28-നാണ്. അതിൽ അന്നൊരു സെറ്റ് എക്സാം നടക്കുന്നത് നമുക്കറിയാം. ബട്ട് യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വേറൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് വെന്യൂ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്കെല്ലാവർക്കും നമ്മുടെ മീറ്റപ്പിന് കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ നിങ്ങളൊക്കെ കാണാൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ ക്ലോസ് ചെയ്താൽ മതി. ബൈ ബൈ.